കിടിലൻ ട്വിസ്റ്റുകളൊക്കെ നിരത്തി കഥ പറയുന്ന ഒരു ഡെൻമാർക്ക് ക്രൈം മിസ്റ്ററി ത്രില്ലർ സിനിമയെ പരിചയപ്പെടാം. എന്തായാലും സിനിമ എന്നറിയുന്നതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കുക. പിന്നെ ഈ ഒരു സിനിമ എങ്ങനെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടത് YTS എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. ടൊറൻറ്റ് ഡൗൺലോഡറാണ്. എന്തായാലും നിങ്ങൾക്കും അവിടെ പോയി കാണാവുന്നുള്ളൂ. ടെലിഗ്രാമിലൊന്നും തപ്പിയിട്ട് ഈ ഒരു ചിത്രം കാണാൻ സാധിച്ചില്ല. എന്തായാലും വെബ്സൈറ്റിൻ്റെ പേര് പറയാം, YTS എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും വെച്ചേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ തന്നെ പോയി കാണാം. ഇനി സിനിമയുടെ പേര് പറയാം. സിനിമയുടെ പേര് ദ ലാസ്റ്റ് ക്ലയൻറ്റ്. 2022 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഡെൻമാർക്ക് ക്രൈം മിസ്റ്ററി ത്രില്ലർ സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി നമ്മുടെ ചിത്രത്തിൽ ഒരു സീരിയൽ കില്ലറുണ്ട്, ഒരു സൈക്കോ സീരിയൽ കില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. അദ്ദേഹം ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡീസിനെയൊക്കെ കൊന്ന് അവരുടെ വയറിനുള്ളിൽ നിന്നും ഈ കുട്ടികളെ ഭ്രൂണമൊക്കെ പുറത്തെടുക്കുന്ന ഒരു ടൈപ്പ് ഒരു കില്ലറാണെന്ന് പറയാൻ സാധിക്കും. എന്തായാലും ഈ കില്ലർ ഒരു ഘട്ടത്തിൽ നമ്മുടെ നായികയായിട്ടുള്ള സൂസനുമായിട്ട് മീറ്റ് ചെയ്യേണ്ടി വരികയാണ്, അല്ലെങ്കിൽ സൂസനുമായിട്ട് കണക്റ്റ് ആവുകയാണ്. അപ്പോൾ അതെങ്ങനെയെന്നൊക്കെ ഉള്ളത് സർപ്രൈസ്, അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ സിനിമ വഴിയെ കണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക. എന്തായാലും അതിനുശേഷം അപ്രതീക്ഷിതമായിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്ന കുറേ ത്രില്ലിംഗ് കാഴ്ചകളൊക്കെ തന്നെയാണ് ദ ലാസ്റ്റ് ക്ലയൻറ്റ് എന്ന് പറയുന്ന സിനിമയുടെ പ്രമേയം എന്നുള്ളത്. സിനിമയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയാൻ സാധിക്കുന്നത് ഇതിൻ്റെ കഥയും തിരക്കഥയും എന്നൊക്കെയുള്ള ഒരു കാര്യമാണ്. അതായത് പ്രേക്ഷകരെ അപ്രതീക്ഷിത മുഹൂർത്തങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ചിത്രമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അത് നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാഴ്ചകളാണ് ഈ ഒരു സിനിമയിലൂടെ തരുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ട്വിസ്റ്റ് എന്നുള്ളൊരു കാര്യം നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു കഥാഗതിയാണ് ഈ ഒരു ചിത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 1 മണിക്കൂർ 36 മിനിറ്റ് എന്തോ ആണ് ലെങ്ത്, അത്ര കുഞ്ഞ് ലെങ്തേ ഉള്ളൂ. ആ ഒരു ടൈം മൊത്തം നമുക്ക് അത്യാവശ്യം എൻ്റർടൈൻ ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ത്രില്ലിംഗ് ഒക്കെ ആയിരുന്നു കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് വസ്തുത. കൂടാതെ പെർഫോമൻസിൻ്റെ കാര്യമാണ് പറയേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ 2 കഥാപാത്രങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മാർക്ക്, അതുപോലെ തന്നെ സൂസൻ, ഈ 2 കഥാപാത്രങ്ങളെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു 80% സീക്വൻസിലും കാണാൻ സാധിക്കുക. കാരണം ഇവരെ മാത്രമാണ് സിനിമ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരെ ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ മൊത്തം കഥയും നടക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഈ സിനിമയുടെ ഒരു 70-75% സീനുകളും ഒരൊറ്റ ബിൽഡിങ്ങിലാണ്. ഇവർ തമ്മിലുള്ള കോൺവെർസേഷനൊക്കെ കുറേ നേരം വരുന്നുണ്ട്. അപ്പം ഇവരുടെ പ്രകടനം എന്നുള്ളത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലായില്ല. ആ പ്രകടനങ്ങൾ എന്നുള്ളതും ഈ ഒരു സിനിമയെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കൂടുതൽ എൻ്റർടൈൻ ചെയ്യുന്നതിനുള്ള ഒരു കാരണമായി മാറിയിട്ടുണ്ട്. അന്യായ പ്രകടനമാണ് 2 ആർട്ടിസ്റ്റുകളും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. അമ്മാതിരി 2 പ്രകടനങ്ങൾ എന്ന് പറയാൻ സാധിക്കും. കൂടാതെ ടെക്നിക്കൽ സൈഡിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു കാര്യവും മോശവും പറയാൻ സാധിക്കില്ല. എല്ലാ വശങ്ങളും, സിനിമാറ്റോഗ്രഫി, BGM, അതുപോലെ തന്നെ എഡിറ്റിംഗ് വർക്കാകട്ടെ, അതുപോലെ തന്നെ മറ്റുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്കുകളാകട്ടെ, എല്ലാം തന്നെ ഗംഭീരമായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. അത് ടെക്നിക്കലിയൊക്കെ നല്ല ഒരു ലൗഡായിട്ട് നിൽക്കുന്ന ഒരു സിനിമ എന്നൊക്കെ നിസ്സംശയം പറയാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു ചിത്രം തന്നെയാണ് ദ ലാസ്റ്റ് ക്ലയൻറ്റ് എന്നുള്ളത്. തീർച്ചയായിട്ടും ക്രൈം ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലെങ്കിൽ റിവെഞ്ച് ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കും പിന്നെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ധൈര്യമായിട്ടൊന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ഡീസൻറ്റ് ഫിലിം. പിന്നെ ഈ ഒരു സിനിമ ഫാമിലിയായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ന്യൂഡിറ്റി, വയലൻസ് എന്നുള്ളൊരു കാര്യം സിനിമയ്ക്കുള്ളിലുണ്ട്. അത് മൈൻഡിൽ വെക്കുക. എന്തായാലും തീർച്ചയായിട്ടും കണ്ടുവെക്കുക. ഒരു നിരാശപ്പെടുത്താത്ത ഒരു ഡീസൻറ്റ് ത്രില്ലർ സിനിമ തന്നെയായിരിക്കും. ഈ ഒരു സിനിമയ്ക്ക് ഒരു 7/10 ആണ് നൽകുന്നത്, 10/7. എന്തായാലും ശരിക്കും നമ്മുടെ ആ ഒരു സൈക്കോ കില്ലർ ആരാണ്, അദ്ദേഹം എന്തിനാണ് ഇത്തരത്തിലുള്ള ക്രൈമുകളൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾ സിനിമ കണ്ട് തന്നെ വണ്ടടിക്കുക. എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. ബൈ.